രണ്ട് വിഷയത്തിനെ പറ്റി എന്റെ വ്യക്തിപരമായ അഭിപ്രായം അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. ഇപ്പൊ അൺപാർലമെന്റ് വാക്ക് ഉപയോഗിച്ചിട്ട് കമന്റുകൾ വരും, കുഴപ്പമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെയും തലമുതിർന്ന നേതാക്കന്മാരെയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചത്തെറി എഴുതി വിടുന്ന നിങ്ങൾക്ക് പിന്നെ സാധാരണക്കാരനായ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് ആക്ഷേപം ഉന്നയിക്കുന്നവർക്ക് ഞാൻ അത്ഭുതപ്പെടുന്നൊന്നുമില്ല. ആദ്യം പറഞ്ഞു വരുന്നത് CPIM-ന്റെ ഒരു ഇരട്ടത്താപിനത്തെ പറ്റിയാണ്. CPI-യുടെ ആനി രാജ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതായിട്ട് ഞാൻ കണ്ടു. ഇന്നാണോ ഇന്നലെയാണോ പറഞ്ഞെന്നറിയില്ല. ഇന്നാണ് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടത്. കോൺഗ്രസിനകത്ത് ഈ 3 നേതാക്കന്മാരേ ഉള്ളൂ, സ്ത്രീകളെ എന്തേ പരിഗണിക്കാത്തത്, സ്ത്രീകളെ എന്തേ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. ആ സ്ത്രീ ചോദിച്ചത് പിന്നെ ഒറ്റ കാര്യം ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു വെക്കുക, കോൺഗ്രസിന് രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരാൻ പാടില്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി സ്ത്രീകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഹിസ്റ്ററിയും ബൈലവും ചരിത്രവും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയാ എന്നുള്ള കിഴിവൊക്കെ ഉണ്ട്, അതങ്ങ് മാറ്റിവെക്ക്. ഇന്ന് ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, ജനങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചിന്തിക്കാനും അതിനെ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവുണ്ടെന്നുള്ള ബോധം വേണം. ഇനി അങ്ങനെ വല്ല സ്റ്റേറ്റ്മെന്റും നടത്തണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അന്തം കമ്മി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളെ പാർട്ടി പരിപാടിയിലോ അങ്ങ് പറഞ്ഞാൽ മതി. ഞങ്ങൾ സ്ത്രീകളെ മുഖ്യമന്ത്രിയാക്കിയിട്ടില്ല പോലും, സ്ത്രീകളെ അപമാനിക്കുന്ന പോലും. ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ആ ചേച്ചിയോട് യോജിക്കുന്നില്ല. കോൺഗ്രസ് സ്ത്രീകളെ പരിഗണിച്ചതുപോലെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാന രാജ്യത്ത് പരിഗണിച്ചിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, 35 വർഷക്കാലം നിങ്ങൾ പശ്ചിമ ബംഗാളിൽ ഭരിച്ചില്ലേ? നാളെ ഇന്ന് വരെ അവിടുത്തെ ഒരു മുഖ്യമന്ത്രി ഒരു സ്ത്രീയെ നിങ്ങൾ ആക്കിയിട്ടുണ്ടോ? CPIM ആക്കിയിട്ടുണ്ടോ? പോട്ടെ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ടോ? അതും ഇല്ല. പശ്ചിമ ബംഗാളിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ഭരിച്ചു? 25 വർഷം അവിടെയും ഭരിച്ചില്ലേ? അവിടെയും സ്ത്രീകളെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ടോ? പോട്ടെ, അവിടുത്തെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ടോ? അതുമില്ല. അതും പോട്ടെ, ഇതേ കേരളത്തിൽ തന്നെ നിങ്ങൾ നാണം കെട്ട പണിയെടുത്തിട്ടില്ലേ? ഒരു കാലഘട്ടത്തിൽ കേരം തിങ്ങും കേരള നാടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ ക്യാമ്പയിനെ നേരിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കില്ല ജയിച്ചു വന്നതിന് ശേഷം? എന്താ നിങ്ങൾ അന്ന് ചെയ്തു വെച്ച പണി? നിങ്ങൾ ഗൗരിയമ്മയെ മാറ്റി നിർത്തി അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി EK നായർ മത്സരിച്ചിട്ട് പോലുമില്ല. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി പിന്നീട് 6 മാസത്തിനുള്ളിൽ തലശ്ശേരിയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയാക്കിയ നാണം കെട്ട വർഗം നിങ്ങൾ. ഞങ്ങൾ സ്ത്രീകളെ അവഹേളിച്ചെന്ന അത് ഞങ്ങളെ സൗകര്യ. ഈ രാജ്യത്ത് എത്ര സ്റ്റേറ്റിനകത്ത് കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയാക്കിയിട്ടുണ്ട്? ചീരാജീസിനെ പോലുള്ള പ്രഗത്ഭരായ വ്യക്തികൾ 15 വർഷക്കാലം ഡൽഹിന്റെ മുഖ്യമന്ത്രിയായിട്ടില്ലേ? പോട്ടെ, ഒരു വ്യാഴവട്ടക്കാലം ആ പാർലമെന്റിനകത്ത് സ്പീക്കറായിട്ട് ഞങ്ങൾ നജ്മ അബ്ദുള്ളയെ ഇരുത്തിയിട്ടില്ലേ? പോട്ടെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് ഞങ്ങൾ സ്ത്രീയെ അവരോധിച്ചിട്ടില്ല. ഇന്ദിരാജിയൊക്കെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിന്റെ പ്രസിഡന്റായിട്ട് ഞങ്ങൾ സ്ത്രീകളെ പരിഗണിച്ചിട്ടില്ലേ? ഞങ്ങൾ ആക്കിയിട്ടില്ലേ? പോട്ടെ, തമിഴ്നാട്ടിന്റെ സുപ്രീം കോടതിയിലെ ജഡ്ജിയായിട്ട് ഞങ്ങൾ സ്ത്രീയെ പരിഗണിച്ചിട്ടില്ലേ? പോട്ടെ, രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ട് ആദ്യമായിട്ട് ആരാണ് ആ സ്ഥാനത്തേക്ക് സ്ത്രീയെ കൊണ്ടുവന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ. ആ കോൺഗ്രസിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉളുപ്പില്ലാതെ അങ്ങ് ഛർദിക്കുക അല്ലേ? എന്നിട്ടോ സ്വന്തം പാർട്ടിക്കകത്ത് നാളെ ഇന്ന് വരെ ഒരു സ്ത്രീയും പാർട്ടിയുടെ സെക്രട്ടറിയാക്കാനോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാക്കാനോ തയ്യാറാവാത്ത നിങ്ങൾ ഞങ്ങൾ സ്ത്രീകളെ അവഹേളിച്ചു അല്ലെ? ഉളുപ്പ് വേണം ലേശം, അല്ലെങ്കിൽ തൊഴിക്കട്ടി വേണം. കണ്ടാമൃഗം പോലും നാണിച്ചു പോകും. നാണം കെട്ട വർഗമേ. ഈ കലക്ക് വെള്ളത്തിൽ മീനെ പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കുക ആദ്യം കേട്ടാ. യാഥാർത്ഥ്യത്തിന്റെ മുന്നിലേക്ക് പോവാ. കാലം ഒരുപാട് മാറി. ഇപ്പോഴും പണ്ട് നിങ്ങൾ അണ്ടി മുക്ക് ശാഖയിൽ നിന്നുണ്ടാക്കുന്ന ആ കാണുന്ന ലോകയല്ല, അല്ലെങ്കിൽ ദിനേശ് പിടി മുറത്തിലിട്ട് ചുറ്റിയിട്ടുള്ള ലോകയല്ല ഇപ്പൊ. മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടാ. എന്നിട്ട് പറയാം, ഊളുപ്പില്ലാതെ അങ്ങ് ഛർദിക്കുക. സ്ത്രീകളെ അവഹേളിച്ചു പോലും കോൺഗ്രസ്, സ്ത്രീകളെ പരിഗണിക്കുന്നില്ല പോലും. ആരാ പറയുന്നത്? സ്വന്തം മുഖം കണ്ണാടിയിൽ പോയി നോക്ക്, എന്നിട്ട് വന്നിട്ട് സംസാരിക്കുക കേട്ടാ. എന്ത് തോന്നിയ ദിവസം വിളിച്ചു പറയാന്നുള്ള ആ പ്രവണത അങ്ങ് അവസാനിപ്പിക്കുക. രാജ്യത്ത് സ്ത്രീകൾക്ക് മുൻഗണനയും പ്രാധാന്യം കൊടുക്കുന്നത് പോലെ ഒരു പാർട്ടിയും കൊടുത്ത് കോൺഗ്രസ് കൊടുക്കുന്നത് ഒരു പാർട്ടിയും കൊടുക്കുന്നില്ല. വിടുവായിത്തം പറയുമല്ലോ, ബെറ്റി ബച്ചാവോ ബെറ്റി പടാവോ എന്ന് പറയും. ഏത് സംഘി ഭരണകൂടം. എന്നിട്ടോ
അതേ സ്ത്രീകളെ തന്നെ, അതേ കൊച്ചുമക്കളെ തന്നെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കത്തിച്ചിട്ട് ആ അച്ഛനും അമ്മക്കും ആ ശവം പോലും കൊടുക്കാതെ കൊന്നു തള്ളുക ഈ നാണം കെട്ട വർഗങ്ങൾ. അവരും ഇതിന്റെ ബാക്കിയാ. എന്നിട്ട് വലിയ സ്ത്രീകളുണ്ടാക്കാൻ വേണ്ടി, കോൺഗ്രസിലുണ്ടാക്കാൻ വേണ്ടി പഠിപ്പിക്കുക. ചെയ്യുന്ന പ്രവൃത്തി എന്താ നോക്കുക ആദ്യം, എന്നിട്ട് വന്നാൽ മതി. പിന്നെ കോൺഗ്രസിനകത്ത് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം തന്നെയാണ്. ഞങ്ങൾ ഈ പാർട്ടി രൂപം കൊണ്ടിട്ട് 138 വർഷങ്ങളായി. അന്ന് തൊട്ട് ഞങ്ങൾ വാക്ക് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കോ അത് ഞങ്ങളുടെ സൗകര്യ. അതിന് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യം മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യമോ? നിങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സംഘപരിവാറുമായിട്ട് സഖ്യവും പോലും ഉണ്ടാക്കിയില്ലേ? രാജ്യത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കഥകൾ പറഞ്ഞില്ലേ നിങ്ങൾ? കോൺഗ്രസിന്റെ പച്ച കളവ് നിങ്ങൾ പറഞ്ഞില്ലേ? ഇല്ലേ? ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങളെ കാര്യങ്ങളും പറഞ്ഞു. സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഞങ്ങൾക്ക് മാൻഡേറ്റ് തന്നു. അപ്പൊ ഞങ്ങൾ തീരുമാനിക്കും. അല്ലാതെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ച നാണം കെട്ട നിങ്ങൾ പറയുന്നത് പോലെയല്ല ഞങ്ങൾ തീരുമാനിക്കുക. മനസ്സിലാക്കിക്കോ. ഞങ്ങൾ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നാളെ ഞങ്ങൾ ഒറ്റക്കെട്ടാവുകയും ചെയ്യും. അത് കണ്ടിട്ട് നിങ്ങൾ എന്താ പറയുക, അതിനടുത്തോട്ടൊന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടാ. അത് മനസ്സിലാക്കിക്കോ. ആകെ ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആകെ 9 ദിവസമായിട്ടുള്ളൂ. ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാ. അതിനകത്ത് ചർച്ചകൾ ഉണ്ടാവും, പ്രോസസിംഗ് ഉണ്ടാവും, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ പറ്റി ക്വാളിറ്റി പരിശോധന, അതൊക്കെ പാർട്ടിയുടെ ഒരു പ്രോസസിന്റെ ഭാഗമായിട്ട് അത് സമയവും കള്ളാമസൊക്കെ എടുക്കും. ഞങ്ങൾക്ക് ഏതെങ്കിലും അടച്ചിട്ട റൂമിനകത്തുനിന്ന് ഇന്നവൻ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അങ്ങ് ആക്കുന്ന പാർട്ടിയല്ല ഞങ്ങള്. ഏകാധിപത്യ മനോഭാവം വെച്ച് പുലർത്തുന്ന പാർട്ടിയല്ല ഞങ്ങള്. അത് മനസ്സിലാക്കാതെയോ. കോൺഗ്രസിന്റെ ബൈലോ പഠിക്ക്, കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് വായിക്കൊന്നുമില്ലെങ്കിൽ എപ്പോഴും വല്ലപ്പോഴും സമയം കിട്ടുമ്പോ. മനസ്സിലായ? അപ്പൊ ആ ചർച്ച ചെയ്യുമ്പോ ഞങ്ങൾ പറയാത്ത കാര്യം, ഞങ്ങളുടെ നേതാക്കന്മാർ ഉദ്ദേശിക്കാത്ത കാര്യം, ഇവിടുത്തെ ചില മാപ്രകള് മറ്റുള്ളവരോട് അച്ചാരവും വാങ്ങിയിട്ട് കോൺഗ്രസിനെ ഇല്ല പച്ച കളവുകൾ പടച്ചു വിടുമ്പോ അത് കേട്ടിട്ട് കോൺഗ്രസിനെ ഉണ്ടാക്കാൻ വേണ്ടി ആരും വരണ്ട കേട്ടാ. ഞങ്ങൾ ഈ 57 വർഷക്കാലം രാജ്യം ഭരിച്ച മാത്രമല്ല, രാജ്യം ഉണ്ടാക്കിയിട്ട് രാജ്യം ഭരിച്ചവരാ ഞങ്ങൾ. മനസ്സിലാക്കിയ? ഞങ്ങൾ ഉണ്ടാക്കി വെച്ച സ്ഥാപനങ്ങളും പൊതുമേഖല സ്ഥാപനങ്ങളും വിറ്റ് പിട്ടടിച്ച് രാജ്യത്തെ മുച്ചൂടും മുടിപ്പിക്കാൻ നടക്കുന്ന സംഘീവാണങ്ങളും അതുപോലെ തന്നെ അതിന് കൂട്ടുപിടിക്കുന്ന ഈ ഇടവശ ചിന്താഗതിക്കാരും ഞങ്ങൾക്കിട്ടുണ്ടാക്കാൻ വേണ്ടി വരണ്ട. ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട, ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കണ്ട. മനസ്സിലാക്കിക്കോ നിങ്ങൾ കേട്ടാ. അത് മടക്കി പോക്കറ്റിലങ്ങ് വെച്ചേ. ഞങ്ങൾക്കറിയാം, ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ ജനങ്ങളോട് കൃത്യമായിട്ട് ഉത്തരവാദിത്തം ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. ജനങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഏതോ ഒരു ചാനലുണ്ടല്ലോ, ഞങ്ങളെ ഈ മറ്റേ നിയമത്തെ വിജയിച്ച ഒരു മുതലാളിയുടെ സംഘിന്റെ ഒരു ചാനൽ ഏഷ്യൻ എന്നാ അതിന്റെ പേര്, അതിലൊരു ഉണ്ടാക്കിയ സ്റ്റോറി ഒരു തള്ളച്ചി പറയുന്നുണ്ട്. ഹയ്യേ ഹയ്യയ്യേ ഹയ്യേ ഹയ്യയ്യേ, എന്തേ നാണക്കേട്, എന്തേ ആരെങ്കിലും തുണിമൊക്കി കാണിച്ചോ? നീ അത് ഒരു ചർച്ച നടക്കുമ്പോൾ ഒരു 5 ദിവസം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തീരുമാനിക്കാൻ ലേറ്റായതല്ല. ഞങ്ങൾക്ക് എല്ലാ ഘടകങ്ങളും പരിശോധിക്കണം. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 23 വരെ ഡേറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളില് ഞങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കും. അപ്പൊ അത് കുറച്ച് ലേറ്റായി. അയ്യേ അയ്യയ്യേ അയ്യേ അയ്യയ്യേ, ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് എന്താ നീ രാജ്യത്തുള്ള സ്റ്റേറ്റിനകത്തുള്ള എല്ലാ ജനങ്ങളുടെ മനസ്സിനകത്തുള്ള പെനക്ട് ചെയ്ത് കണ്ടെത്തിയിട്ടാ നീയൊക്കെ പ്രവചിക്കുന്നത്? അതെയോ? നിങ്ങളുടെ കാര്യം പറയാ, നിങ്ങളുടെ കാര്യം നോക്കുക. എന്റെ ഈ ചാനലില് ഡൽഹിയിൽ ഒരു BJP അധികാരത്തിൽ വന്നിട്ട് 50 ദിവസം ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എന്താ നിനക്ക് അയ്യേ അയ്യയ്യേ അയ്യേ അയ്യയ്യേ? അന്ന് എനിക്ക് ഇതിന്റെ ഉണ്ടാക്കിയ സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ മുമ്പിലത്തെ ഒരു പ്രാവശ്യം മഹാരാഷ്ട്രയിൽ ഇവര് മുന്നണി സഖ്യമുണ്ടാക്കി, ശിവസേനയും BJP ഒക്കെ സഖ്യമുണ്ടാക്കി അധികാരത്തിലേക്ക് എത്തി. അവിടെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ 35 ദിവസമാണ് ഉദ്ധവ് താക്കറെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇവര് ടൈമിംഗ് എടുത്തത്. അന്ന് ഇവളെ അയ്യേ അയ്യയ്യേ അയ്യേ അയ്യയ്യേ എന്താ എനിക്കന്ന് ചലച്ചിട്ടില്ല, താവോന്നിട്ടില്ലേനാ? ഇതൊക്കെ അവിടെ നിൽക്കേ, എന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി വരിക. ഇനി ഇടതുപക്ഷത്തിന്റെ ആളോട് പറയാ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഗവൺമെന്റ് നിങ്ങൾക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോട് തുടർ ഭരണം കിട്ടി. നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഗവൺമെന്റ് ഫോം ചെയ്തത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാ? 19 ദിവസം കഴിഞ്ഞിട്ടാ അല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ ആരെങ്കിലും ആക്ഷേപിച്ചോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഈ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന ഈ ഏതെങ്കിലും മാധ്യമങ്ങൾ സ്റ്റോറി ഉണ്ടാക്കിയോ? കവർ സ്റ്റോറിയോ ഉണ്ടാക്കിയ സ്റ്റോറി ഉണ്ടാക്കിയോ? അയ്യേ അയ്യയ്യേ അയ്യേ അയ്യേ എന്ന് പാടിയോ? അപ്പൊ ഉണക്ക് മാരാജിന്റെ പാഞ്ഞങ്ങ് കേറണ്ട കേട്ടാ. ഞങ്ങൾക്കറിയാം ഈ രാജ്യം ഉണ്ടാക്കിയത് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾക്കറിയാം എങ്ങനെ ഗവൺമെന്റ് ഫോം ചെയ്യണം എന്നുള്ള കാര്യോ. മനസ്സിലാക്കിക്കോ. നിങ്ങൾ 47 തന്നെ രാജ്യത്ത് സ്വാതന്ത്ര്യം മേടിക്കാൻ വേണ്ടി ഈ പാർട്ടിന്റെ നേതാക്കന്മാർ ജയിലിലും അന്തമാൻ നിക്കോബാർ ജയിലിലും അവിടെ ഇവിടെയും കിടക്കുമ്പോ
ഇവറ്റകൾ സൂനക്ക് വെളുപ്പിച്ചിട്ട് രാജ്യത്ത് ഒറ്റ കൊടുക്കാൻ നോക്കിയ നാണം കെട്ട വർഗങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കുണ്ടാക്കല. ഉറപ്പ് വേണോ? ഒരു പറയുന്നതിന് മാന്യത വേണ്ടേ? ഒരു കാരണവുമില്ല. പിന്നെ മാധ്യമങ്ങൾ ഇവരെ റീച്ച് കൂട്ടാൻ വേണ്ടി സതീശൻ പൊട്ടിത്തെറിച്ചു. ഏടെ പൊട്ടിത്തെറിച്ച് എന്നിട്ട് കോൺഗ്രസ് ഹൗസിൽ അങ്ങ് തകർന്നു പോയ പൊട്ടിത്തെറിച്ചിട്ട് മിസൈൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാ? നിങ്ങളോട് പറഞ്ഞോ? ലീഗിന് അതൃപ്തി. ആരാ പറഞ്ഞതോ? ആ പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവിന്റെ ബൈറ്റ് നിങ്ങൾ പുറത്തുവിട്. ധൈര്യമുണ്ടെങ്കിൽ പുറത്തുവിട്. വെല്ലുവിളിക്കുക. നിങ്ങളെ ഭാവനയിൽ നിന്നുണ്ടാക്കുന്ന കഥകളല്ലേ അല്ലേ? അറിയാതോ അറിഞ്ഞോ ഞങ്ങൾ ചില പ്രവർത്തകന്മാരും അത് ഏറ്റുപിടിച്ചിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ചില കമന്റുകളൊക്കെ കാണുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കഴിഞ്ഞ 35 വർഷമായി ഈ നാണം കെട്ട മാധ്യമങ്ങൾ ഈജിഡയുടെ പണിയാ എടുക്കുന്നത്. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി സംഘപരിവാറിനും ഇതുപോലെ കോൺഗ്രസ് വിരുദ്ധ ശക്തികൾക്കും വേണ്ടി കുഴലൂത്ത് പാട്ടുപാടുന്ന ഈ നാണം കെട്ട മാധ്യമത്തിന്റെ ഒരു വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. ഇവരെയൊന്നും താരാട്ട് പാട്ട് കേട്ടിട്ടല്ല ഞങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കിയതും ഞങ്ങൾ ഈ പാർട്ടിയെ പടുത്തുയർത്തിയതും ഞങ്ങളെ പൂർവികന്മാർ. ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഊളുപ്പ് കെട്ട വർഗങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേതൃത്വ നിരയുള്ള ഒരു പാർട്ടിയാണ്, മറ്റുള്ളവരെ പോലെ ഇല്ലല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു പൊസിഷനിലേക്ക് വരുമ്പോ അതിന് പല ഘടകങ്ങളും ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകൾ ചില സമയം ദിവസങ്ങൾ പിടിക്കും. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഞങ്ങളെ മല്ലികാർജ്ജുന ഖാർഗെ ഡൽഹിക്കകത്തില്ല. അദ്ദേഹം ഒരു മരണവുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലാണ്. എന്നിട്ടാണ് ഈ നാറികൾ, ഈ നാറിയ മാധ്യമങ്ങൾ പറയുന്നത് ഖാർഗെ എങ്ങനെ പറഞ്ഞു, ഖാർഗെ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ചർച്ച നടത്തി, അവിടെ ചർച്ച നടത്തി. എവിടെയാണോ ചർച്ച നടത്തിയത്? ഖാർഗെ എവിടെയാണോ ഉള്ളത്? ഒപ്പം തന്നെ ഞങ്ങളെ മുൻ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി, അദ്ദേഹം ചെന്നൈയിലാ. ഈ പറയുന്ന ഈ മാധ്യമങ്ങൾ ഈ പച്ചക്കളവ് പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കണം നിങ്ങൾ. ഇതൊക്കെ അവരൊന്നും അവിടെ ഇല്ല. എന്നിട്ട് അവിടെ ഉള്ളതുപോലെ അവരിവരോട് ബൈറ്റ് കൊടുത്തതുപോലെ അങ്ങ് അടിച്ചളക്കുക. നാണം കെട്ട വർഗങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആവനാടിയിൽ അവസാന പണിയും എടുത്തിട്ട് ജനങ്ങൾ നിങ്ങളെ പുറങ്കാലി കൊണ്ട് കാലത്തിന്റെ സെപ്റ്റിക് ടാങ്കിലേക്ക് ചവിട്ടി തെറിപ്പിച്ച് മനസ്സിലായി. എന്നിട്ട് അവർ വന്നിട്ട് ഇപ്പൊ കോൺഗ്രസിന് സ്റ്റഡി ക്ലാസ് എടുക്കുക. ഞങ്ങളെ മുഖ്യമന്ത്രി ഫോം ചെയ്യാൻ നിങ്ങളെ തിട്ടൂല. പോയി പല പണിയും നോക്ക് നിങ്ങൾ. മനസ്സിലായ? ഒരാഴ്ചയായി ഇല്ലാതെ പച്ച കളവ് പടച്ചു വിടുക ഓരോരോ നേതാക്കന്മാരുടെ പേരിൽ. സതീശൻ അങ്ങോട്ട് പോയി, ഇവനിക്ക് ഇത്ര KC വേണുഗോപാലിന് ഇത്ര പിന്തുണ, രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര പിന്തുണ. ആരാണോ നിങ്ങളോട് ഇത് പറഞ്ഞത്? ഏത് നേതാവാ പറഞ്ഞത് ഇത്ര പിന്തുണ അത്ര പിന്തുണ ഉണ്ടെന്നുള്ള കാര്യം? ആ പറഞ്ഞ നേതാവിന്റെ പേരൊന്ന് പുറത്തുവിടും. നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളിക്കുക. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ കഥ ഉണ്ടാക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ അങ്ങ് പ്രചരിപ്പിക്കുക. ഈ തെമ്മാടി മാധ്യമങ്ങള, ഈ ഇല്ലാതെ പച്ചക്കളവ് ഉണ്ടാക്കുന്ന മാധ്യമങ്ങള UDF ഗവൺമെന്റ് ഫോം ചെയ്തത് ആരാവട്ടെ മുഖ്യമന്ത്രി ആദ്യം ഇവറ്റകളെ നിലക്ക് നിർത്തണം. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഈ നാണം കെട്ട പരിപാടി ഇതോടുകൂടി കേരളത്തിൽ അവസാനിപ്പിക്കണം. അതായിരിക്കണം ആദ്യത്തെ എന്താ പറയണ്ടേ, ആദ്യത്തെ പിന്നെ നമ്മളെ നയപരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയം. ഒരു കോലും ഇത് കയ്യിലുണ്ടെന്ന് ഒരു ചാനൽ റൂമും കയ്യിലുണ്ടെന്ന് വെച്ചാൽ എന്തും വിളിച്ചു പറയാ എന്നുള്ള ചിന്തയാ നിങ്ങൾക്ക്. അതിന് ഈ പറയുന്ന ഈ ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റ് നിങ്ങൾക്ക് ഒത്താശ ചെയ്ത് തന്നിട്ടുണ്ടാവും. പക്ഷെ ഇനി വരുന്ന ഗവൺമെന്റ് നിങ്ങൾ കണ്ടോ? മനസ്സിലായ? ഏതെങ്കിലും ഒരു കാര്യമോ എന്നെങ്കിലും ഒരു വിഷയത്തിനകത്ത് കോൺഗ്രസ് ചെയ്ത എത്ര നന്മകളുണ്ട് അതാരും പറയുന്നില്ല. ഇവിടെ ഹയ്യേ 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 ഹൈ എന്ത് തുണിപൊക്കി കാണിച്ചാരെങ്കിലും ഹയ്യേ ഹയ്യേ എന്നൊക്കെയാണ്. കുറച്ച് സംഘികൾ അച്ചച്ചി ശരി അച്ചച്ചി എന്ന് പറയൂ, അല്ലെങ്കിൽ കുറച്ച് അന്തംഗമ്മികൾ പറയൂ. ബോധമുള്ള ജനങ്ങൾ അത് ചിന്തിക്കട്ടെ. കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ. കാരണം ഞങ്ങളെ പാർട്ടി അങ്ങനെയാ. ഞങ്ങൾ എല്ലാവരുടെ വാക്ക് മുകളിലേക്കെടുക്കും, എല്ലാവരുടെ അഭിപ്രായങ്ങളും ക്രോഡീകരിക്കും. ബൂത്ത് തലം തൊട്ടിട്ടുള്ള ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുടെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഞങ്ങൾ. മനസ്സിലായ? അത് മാത്രമല്ല, ഇവറ്റകൾക്ക് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം തന്ന പാർട്ടിയല്ലേ കോൺഗ്രസ്. ആ ഒരു മാന്യത കാണിക്കട്ടെ ഇവറ്റകൾ, അല്ലേ?
കോൺഗ്രസ് അല്ലായിരുന്നു ഈ രാജ്യം ഭരിച്ചതെങ്കിൽ നിങ്ങൾക്കിപ്പോ അയ്യേ അയ്യയ്യേ അയ്യേ അയ്യയ്യേ ആ കാരണം സ്വാതന്ത്ര്യം ഉണ്ടാവുമായിരുന്നോ? ഉളുപ്പ് കേട്ട വർഗങ്ങൾ പറയാത്ത കാര്യങ്ങൾ വെച്ചങ്ങ് കെട്ടിയല്ല ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരിലേക്കും ഞങ്ങളുടെ പാർട്ടിക്ക് നേരെയും ഒരാളതിനെ പ്രതിരോധിക്കണ്ടേ? അവരുടെ ഉദ്ദേശം എന്താ? ഞങ്ങളെ തമ്മിലടിപ്പിക്കുക, ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കുക, എന്നിട്ട് കോൺഗ്രസിനെ നശിപ്പിക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. ആ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ഒരു പകുതി വരെ അവർ വിജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചിന്തിക്കണ്ടേ ഞങ്ങളെ നേതാക്കന്മാരെ പറ്റി ഈ വിഷയത്തിനകത്ത് കുറ്റം പറയുമ്പോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വിത്ത് എവിഡൻസ് ഉണ്ടോ നിങ്ങളെ കയ്യിൽ? പിന്നെ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് ജനാധിപത്യ ബോധമുണ്ട്. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ഞങ്ങളുടെ ദേശീയ തലത്തിൽ ഇലക്ഷൻ നടന്നല്ലോ. AICCന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഇല്ലേ 1000 വോട്ടോളം ഞങ്ങളെ കോൺഗ്രസിന് ഞങ്ങളുടെ നേതാവായ ശശി തരൂരിന് കിട്ടിയിട്ടുണ്ടല്ലോ. രണ്ടും ഒരു പാർട്ടിയല്ലേ, ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കല്ലേ മത്സരിച്ചത്. അപ്പൊ ഇന്ന് ശശി തരൂരിന് വോട്ട് ചെയ്ത മറ്റേ കോൺഗ്രസുകാരുടെ നേതാക്കന്മാരെ ഞങ്ങൾക്ക് തെറിവിളിക്കാൻ കഴിയും? തെറിവിളിക്കുന്നുണ്ടോ? ഞങ്ങൾ ഇല്ല. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമല്ലേ. എന്നതുപോലെ ഇപ്പം 3 പേര് ഞങ്ങൾക്കുണ്ട്. 3 പേരെയും തള്ളാൻ പറ്റത്തില്ല. 3 പേർക്കും അവരുടേതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരുടേതായ കഴിവുണ്ട്, അവരുടേതായ നിലപാടുണ്ട്. സ്വാഭാവികമായിട്ടും ദേശീയ നേതൃത്വം ഒരു വലിയ പ്രയാസത്തിലാണുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചകൾ ഉണ്ടാകും. ഇഷ്ടപ്പെടുന്ന വ്യക്തികളും ഉണ്ടാവും, അണികൾക്ക് ഇഷ്ടപ്പെടുന്ന നേതൃത്വവും ആൾക്കാരും നേതാക്കന്മാർക്ക് ഉണ്ടാവാം. അപ്പൊ അത് നേതൃത്വം അതിന്റെ ശരിയായ ദിശയിൽ അവർ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് പാർട്ടിക്കോ അല്ലെങ്കിൽ നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കോ ഒരു മനോവിഷമമില്ലാത്ത ഒരു രീതിയിൽ അവർ തീരുമാനിക്കും. ആ തീരുമാനം വരെ നമ്മൾ കാത്തിരിക്കണ്ടേ? അല്ലാതെ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ നേതാക്കന്മാർ തന്നെ വഴിതടയുക, ഞങ്ങളുടെ നേതാക്കന്മാർ തന്നെ തെറിവിളിക്കുക, അത് എന്ത് നിലപാട് എനിക്ക് മനസ്സിലാകുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഞങ്ങൾ ജനാധിപത്യത്തിലെ കൂടി ഇലക്ഷനിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അത് 1ാം ഘട്ടം കഴിഞ്ഞു. ഇനി 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കൊരു ചട്ടക്കൂടുണ്ട്, പാർട്ടിക്കൊരു നിലപാടുണ്ട്. ഇതേ ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ അവിടെയും ഭൂരിപക്ഷം നോക്കും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാര്, MP-മാരുടെ, പിന്നെ കോൺഗ്രസിന്റെ തലമുതൽ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. അതും ഈ ജനാധിപത്യത്തിന്റെ ഭാഗം തന്നെയാ. കോൺഗ്രസ് ജനാധിപത്യത്തിൽ കൂടി പോന്നിയല്ലേ, ഏകാധിപത്യത്തിൽ കൂടി പോകുന്ന പാർട്ടിയല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അത് വരുമ്പോ അതിന്റെ വിജയവും പരിശോധിക്കും പാർട്ടി. അങ്ങനെ വരുമ്പം ആരെ തള്ളണം ആര് ഉൾക്കൊള്ളണം എന്ന് കഴിയാത്തപ്പോഴാണ് പാർട്ടിക്ക് അത്തരമൊരു നിലപാടിലേക്ക് പോകേണ്ടി വരുന്നത്. ആ നിലപാടിൽ പോകുമ്പോൾ ചിലപ്പം എനിക്കിഷ്ടപ്പെട്ട നേതാവ് അത് ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് മറ്റേ നേതാവിനെ എനിക്ക് തെറിവറിയാൻ പറ്റുമോ? എനിക്ക് കുറ്റം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ നോക്കുന്ന ഘട്ടത്തിൽ പരാജയപ്പെട്ടാൽ പോലും പാർട്ടി അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള അക്കോമഡേറ്റ് പാർട്ടി ചെയ്യും, അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുക്കും. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ലാതെ വികാരത്തിലല്ല നമ്മൾ അടിമപ്പെടേണ്ടത്. ഈ നിർണായക ഘട്ടത്തിൽ വിവേകത്തോടു കൂടിയല്ലേ നമ്മൾ പെരുമാറേണ്ടത്. ഇത്രമാത്രം മാധ്യമങ്ങൾ ഞങ്ങളെ വേട്ടയാടുമ്പോ, ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെ പച്ചക്കളവുണ്ടാക്കുമ്പോ, ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ അതിനെ തടുത്തിടാനോ അതിനെ പ്രതിരോധം തീർക്കാനോ നമ്മൾ മുന്നോട്ട് വരാതെ നമ്മൾ സ്വന്തം പാർട്ടിക്കകത്ത് നമ്മൾ രാവും പകലും പണിയെടുത്ത് വിജയിപ്പിച്ച അതേ നേതാക്കന്മാരെ വഴി തടഞ്ഞ് മറ്റുള്ളവർക്ക് ചിരിക്കാനുണ്ടാകുന്ന ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സകലമായ ദൈവത്തെ മുന്നിൽ സാക്ഷി നിർത്തി ഞാൻ പറയാ, വലിയ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. ഞാൻ പറയാം, നിങ്ങൾക്ക് എന്നെ തെറിവിളിച്ചോ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഏത് നേതാവട്ടെ, ഇനി അവർ പാർട്ടി വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കും. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാതെ, അല്ലെ പാർട്ടി പ്രവർത്തകർക്ക് കിട്ടേണ്ട ജോലി അനർഹമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഘട്ടത്തിലൊക്കെ നിങ്ങൾ വിമർശിച്ച കൂടെ നിൽക്കും, ഒരു തർക്കവും വേണ്ട. അവസാന ശ്വാസം വരെ ഞാൻ ഉണ്ടാവും കൂടാ. പക്ഷെ അല്ലാതെ ഇത്തരം ഘട്ടങ്ങളിൽ ഇതൊരു പാർട്ടി ഒരു പ്രതിസന്ധിയിലായുള്ളത്. കാരണം ഓരോരോ നേതാവും അവരുടെ കോൺട്രിബ്യൂഷൻ പാർട്ടിക്ക് ചെയ്തിട്ടുണ്ട്. ആരെയും തള്ളാനും ഒഴിവാക്കാനും പാർട്ടിയുടെ ദേശീയ തലത്തിൽ കഴിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവിക ചർച്ചകൾ ഉണ്ടാകും, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും. അതൊക്കെ സ്വാഭാവികമല്ലേ? അപ്പൊ അതിന് ഇഷ്ടപ്പെടുന്ന നേതാക്കൾ ഒരുപക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനം കിട്ടിയെന്ന് വരും, മറ്റുള്ളവർക്ക് അത് കിട്ടിയില്ല എന്ന് വരും. ഒരു സ്ഥാനമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും, പാർട്ടിക്ക് ഒരാളിലെ ആക്കാൻ പറ്റൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ?
അപ്പൊ ഞാൻ ഇന്നലെ 2-3 വീഡിയോസ് കണ്ട് വളരെ വിഷമം തോന്നി, വളരെ പ്രയാസം തോന്നി എനിക്ക്. ഞാൻ ഒരുപാട് ഘട്ടത്തിൽ നേതാക്കന്മാരെ പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ വിമർശിച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് പാർട്ടിക്ക് നേരെ അവര് എന്താ പെരുമാറുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ പറയാറില്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞങ്ങൾ ഇലക്ഷനിൽ പരാജയപ്പെട്ടില്ലേ? ഞാനൊരു വീഡിയോ വികാരപരമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇന്നും ഓടുന്നുണ്ട്, അന്തംഗമ്മികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഏത് സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പറയേണ്ടി വന്നത്? ഞങ്ങൾക്ക് എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. വലിയ മാറ്റല് CPM തുടർഭരണം ഉണ്ടാക്കി. അത്തരം ഘട്ടങ്ങളിൽ ദേശീയ നേതൃത്വം, ആ നേതൃത്വം കൊടുത്ത ടീമിനോട് നിങ്ങളൊന്ന് മാറി നിൽക്കൂ, ഞങ്ങൾ പുതിയൊരു നേതൃത്വത്തെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവരത് വിട്ടുകൊടുക്കാൻ ആ സമയത്ത് തയ്യാറാവാത്തപ്പോഴാണ് ഞാൻ ആ വീഡിയോ ചെയ്യേണ്ടി വന്നത്. സ്വാഭാവികമായിട്ട് പിന്നീട് ആ വീഡിയോ ചെയ്തതിനു ശേഷം ഈ നേതൃത്വം ദേശീയ നേതൃത്വം അങ്ങനെ തന്നെ മാറ്റി. അന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 21 കോൺഗ്രസ് MLA-മാരും രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുത്തിട്ട് പോലും AICC അത് അംഗീകരിച്ചിട്ടില്ല. AICC VD സതീശന ഈ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അന്ന് ഈ രമേശ് ചെന്നിത്തലന്റെ അണികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ കോൺഗ്രസിനോ മറ്റു പ്രവർത്തകരോ എന്തെങ്കിലും വിവാദങ്ങളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇത് ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. അത് അന്ന് ദേശീയ നേതൃത്വത്തിന് എന്താ 21 MLA-മാരുടെ പിന്തുണ ഇവർക്ക് തന്നെ ഉണ്ട്. അപ്പൊ അവർ തന്നെ ആക്കിയപ്പോരെ? ആക്കിയില്ലല്ലോ. അന്ന് VD സതീശനെ കൊണ്ടുവന്നത് എന്താ? ഐക്യമായിട്ടൊരു പരീക്ഷണം, അദ്ദേഹത്തിനൊരു വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസം അദ്ദേഹം കളയാതെ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് ഏൽപ്പിച്ച ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഓക്കെ, അവിടത്തേക്ക് അദ്ദേഹത്തിന്റെ ഇത് ഫ്ലോപ്പായി. ഇനി ദേശീയ നേതൃത്വം തീരുമാനിക്കും അദ്ദേഹം തുടരണോ അല്ലെങ്കിൽ മറ്റാളും തുടരണോ എന്നും ദേശീയ നേതൃത്വം തീരുമാനിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് ഞങ്ങൾ അംഗീകരിക്കണ്ടേ? ഞാൻ ആവർത്തിച്ചു വന്ന പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. എന്റെ ശബ്ദം ശ്രമിക്കുന്നവർ, കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് 21 ജയിച്ചു വന്ന കോൺഗ്രസിന്റെ MLA-മാരും പിന്തുണ കൊടുത്തത് രമേശ് ചെന്നിത്തലക്കായിരുന്നു. എന്നിട്ടും ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കാതെ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഈ VD സതീശനെ കൊണ്ടുവന്ന് ഈ സ്ഥാനം ഏൽപ്പിച്ച ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കേണ്ടത്. പിന്നെ പാർട്ടിക്കകത്ത് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ തൊട്ട് ദേശീയ തലത്തിലുള്ള നേതൃത്വത്തിന് വരെ അവരവരാൽ കൊണ്ട് കഴിയുന്ന കോൺട്രിബ്യൂഷൻ പാർട്ടിക്ക് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. ആരെയും പ്രവർത്തനത്തെ കുറച്ച് കാണിക്കേണ്ട ഞങ്ങൾ. പിന്നെ ഇനി ഇഷ്ടമുള്ള നേതാക്കന്മാർ വരണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് പ്രതിഷേധിക്കാം, പ്രകടനം നടത്താം, അതൊക്കെ പാർട്ടി അനുവദിക്കുന്നുണ്ട്. പക്ഷെ അത് മറ്റൊരാളെ കൊണ്ട് ചിരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം ആവാൻ പാടില്ല എന്നേ പാർട്ടി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതും ഞങ്ങൾ ശ്രദ്ധിക്കണ്ടേ? കോൺഗ്രസിന്റെ വികാരം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ KC വേണുഗോപാലിന് പിന്നെ എന്താ പറയുക, ഏതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ട് അവരെ പച്ച തെറി വിളിക്കുക, അവരെ വഴി തടയുക, എന്നിട്ട് അവരെ ഒറ്റുകാരനായി ചിത്രീകരിച്ച് പോസ്റ്റ് ഇടുക, ഇതൊക്കെ ഏത് ജനാധിപത്യത്തിന്റെ ബോധ? KC വേണുഗോപാൽ സംഘപരിവാറിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആണോ? അല്ലെങ്കിൽ അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആണോ? അല്ലെങ്കിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആണോ? അതൊന്നുമല്ലല്ലോ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിന്റെ, ഓൾ ഇന്ത്യ കോൺഗ്രസ് പാർട്ടിന്റെ 29 സംസ്ഥാനത്തും നയിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി അല്ലേ? അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന 2 പേരും അവർക്ക് തുല്യമായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക്. അങ്ങനെയാണല്ലോ മറ്റേ ഖാർഗെയും പിന്നെ ശശി തരൂരും മത്സരിക്കുമ്പോൾ ഇതേ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ 2 പേർക്കും വോട്ട് ചെയ്തത് അല്ലേ? 1000 വോട്ടോളം ശശി തരൂരിന് കിട്ടിയില്ലേ? അത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തത് തന്നെയല്ലേ? എന്നാൽ ഖാർഗെയ്ക്ക് 8000-ഓളം വോട്ട് ഖാർഗെയ്ക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 1000 വോട്ട് ശശി തരൂർ, ഞങ്ങളൊക്കെ ഖാർഗെയുടെ പിന്നിൽ അണിനിരന്ന് ശക്തമായിട്ട് പ്രവർത്തിച്ചതും പോസ്റ്റ് ഇട്ടതും ഒക്കെയാ. എന്നാൽ ഞങ്ങൾ ശശി തരൂരിന് വോട്ട് ചെയ്ത മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ നമ്മൾ തെറി പറഞ്ഞോ? വഴി നടന്നോ? ഇല്ല. അതിന്റെ ആവശ്യം അത് സ്വന്തം പാർട്ടിക്കകത്ത് അങ്ങനെയാണല്ലോ ജനാധിപത്യത്തെ പുലരുക, ജനാധിപത്യത്തെ ഞങ്ങൾ അംഗീകരിക്കേണ്ടത്. എന്നതുപോലെ ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടു, സ്വാഭാവികമായിട്ട് AICC യോജിക്കുന്നു, 3 പേരെ അവിടെ വെക്കുന്നു. നിങ്ങൾക്ക് ആരെ വേണം? ആ നേതാവിന്റെ ചോയ്സ് അവര് പറയും, മറ്റുള്ളവരെ പറയും. അതങ്ങനെയല്ലേ കാണണ്ടേ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നത്, കോൺഗ്രസ് രാജ്യത്ത് നിൽക്കണം, ഞങ്ങൾ ജീവിച്ച പോലെ ഞങ്ങളെ പിന്മുറവാർക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾ AICCന്റെ തീരുമാനം വരുന്നത് വരെ പരസ്പരം പോരടിക്കാതെ എല്ലാ നേതാക്കന്മാരെയും ഒരേ കുടക്കീഴിൽ നിർത്തി അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ചെയ്യട്ടെ. ഞങ്ങൾക്ക് എന്ത് പോയി? എല്ലാം ഞങ്ങളെ നേതാക്കന്മാരല്ലേ, ഞങ്ങൾക്ക് കാര്യങ്ങൾ തള്ളി പറയാൻ പറ്റുമോ? അപ്പൊ അത് ആ തരത്തിൽ കാണുക. വികാരപരമായിട്ട് ചിന്തിക്കുന്നതിന് പകരം വിവേകത്തോടെ നമ്മൾ ചിന്തിക്കുക, നമ്മളെ മനസ്സിലാക്കിയെടുക്കുക കാര്യങ്ങൾ. അല്ലാതെ മറ്റൊരാളെ കൊണ്ട് ചിരിപ്പിക്കുകയല്ലല്ലോ വേണ്ടത്. അന്തംഗമികൾക്ക് അടിക്കാൻ വേണ്ടി വടിയിട്ട് കൊടുക്കല്ലേ ഞങ്ങൾ സ്വയം? സംഘപരിവാറിന് അടിക്കാൻ വേണ്ടി വടിയിട്ട് കൊടുക്കല്ലേ സ്വയം? ഇപ്പം തന്നെ നോക്കിയ സംഘപരിവാർ എന്തൊക്കെ തെട്ടുവിരങ്ങളാ ഇങ്ങനെ പ്രവചിക്കുന്നത്? കോൺഗ്രസിന്റെ വകുപ്പ് ഇന്നയാൾക്ക് കൊടുക്കാൻ പാടില്ല, ഇന്നയാൾക്ക് അത് കൊടുക്കാം. ഇവരാരും ഞങ്ങൾക്ക് തെട്ടുവിരം കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാണം കെട്ട വർഗ്ഗങ്ങൾ ജനാധിപത്യത്തിലെ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് ഗവൺമെന്റിനെ 5 സ്റ്റേറ്റ് അട്ടിമറിച്ച വൃത്തികെട്ടവന്മാരാണോ ഞങ്ങളെ രാഷ്ട്രീയവും ഞങ്ങളെ വകുപ്പ് ആർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്? നാണം കെട്ട വർഗ്ഗങ്ങൾ, ഊളിപ്പ് കെട്ട വർഗ്ഗങ്ങൾ. ഹരിയാനയിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു, മധ്യപ്രദേശിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു, മഹാരാഷ്ട്രയിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു. ഇങ്ങനെ രാജ്യത്തുള്ള മുഴുവൻ സ്റ്റേറ്റിനകത്തും ജനാധിപത്യത്തെ അട്ടിമറിച്ച് ജനാധിപത്യത്തെ നോക്കുകുത്തിയാക്കി ജനാധിപത്യത്തെ വ്യഭിചരിച്ചുകൊണ്ട് വന്ന നാണം കെട്ട വർഗ്ഗങ്ങൾ ജനാധിപത്യം മുല്ലപ്പൂവിന്റെ സുഗന്ധം പോലെ ആസ്വദിച്ച് ജനങ്ങളെ ഇഷ്ടത്തിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന് രാഷ്ട്രീയ സ്റ്റഡി ക്ലാസ് എടുക്കാൻ ഒരു ചാണകസംഖ്യന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കിയവരാ. ഇന്ന് നിന്റെ ചാണക തമ്പുരാൻ കയറിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഭിക്ഷ എന്ന് കരുതിക്കോ നിങ്ങൾ. മനസ്സിലായ? നിങ്ങളന്ന് ഷൂ നക്കി തുടക്കുമ്പോ ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ട, ആ പോരാട്ടത്തിന്റെ ഭാഗമാന്തരം കിട്ടുമ്പോ ഒരു മുട്ട സൂചി പോലും ഉൽപാദന ഈ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ 3ാം സ്ഥാനത്ത് സാമ്പത്തിക തലയെടുപ്പോടുകൂടി ഉയർത്തിക്കൊല്ലുന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന. ഞങ്ങളെ ഈ രാജ്യം മുഴുവൻ ഉണ്ടാക്കിയതാ, സംഭാവന ചെയ്ത പാർട്ടിയാ ഞങ്ങള്. മനസ്സിലാക്കിയ? ഞങ്ങൾ ഉണ്ടാക്കിയതാ, അല്ല ചാണകങ്ങൾ ഉണ്ടാക്കിയതല്ല. ആ ചാണകങ്ങൾ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനാ. അത് നാളാക്കി മടക്കി പോക്കറ്റിലങ്ങ് വെച്ചേ കേട്ടാ. അത് ഏതെങ്കിലും നാഗ്പൂർ ശാഖയെ പോയിട്ട് അങ്ങ് പഠിപ്പിച്ചാ മതി. അത് കോൺഗ്രസിന്റെ മേലേക്ക് എടുക്കണ്ട. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തൊഴുതുകയോടെ നിങ്ങളോട് പറയാം, മാധ്യമത്തിന്റെ ഡിബേറ്റോ ഈ വൃത്തികെട്ടവന്മാർ ഉണ്ടാക്കുന്ന ഫേക്ക് ന്യൂസിന്റെ അടിസ്ഥാനത്തിലോ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ വൾഗറായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടവരാ. ഞങ്ങൾക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുണ്ട്, കടമകളുണ്ട്. അത് ഭംഗിയായി നിറവേറ്റേണ്ടവരാ ഞങ്ങൾ പരസ്പരം തമ്മിലടിക്കേണ്ടത് മറ്റൊരുവരുടെ ലക്ഷ്യ. ആ ലക്ഷ്യത്തിലേക്ക് അവർ നടന്നെടുക്കുമ്പോ അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് നമ്മൾ അതിൽ നിന്നൊക്കെ പിന്മാറണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.